അൻവറിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. അൻവർ അങ്ങോട്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ്റെ വിഷയം വന്നിട്ടുണ്ട്, കെ സി വേണുഗോപാലിൻ്റെ വിഷയം വന്നിട്ടുണ്ട്, പിന്നെ പൂരം പൊളിക്കലിൻ്റെ വിഷയവും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇനി ഏറ്റവും അവസാനമായി ഷാഫി ചാലിത്തോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. മുസ്ലിം ലീഗ് ഇത് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള എൻ്റെ ചോദ്യം. മുസ്ലിം ലീഗിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഷാഫി ചാലിയും. കാരണം കുഞ്ഞാലിക്കുട്ടിയും പി ശശിയും തമ്മിലുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗിനും മടിച്ച് ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആത്യന്തികമായി ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് AD അജിത്കുമാറിൻ്റെ രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, ശശിയുടെ രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, രോമത്തെ തൊടില്ല. പക്ഷേ ആത്യന്തികമായി CPM എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇപ്പോൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ അവസാന റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഏറ്റവും പ്രധാന നിരീക്ഷണമായി പറയാൻ കഴിയുന്നത് എന്ന് മാത്രമേ. ഷോണിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എടുത്തിട്ടുകൊണ്ട് ഷാഫിയുടെ ഒരു മറുപടി. അല്ല, കഴിഞ്ഞ ദിവസം വയനാടിന്റെ പാക്കേജ് പ്രഖ്യാപിച്ച ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉയർത്തിയതാണ്. PK കുഞ്ഞാലിക്കുട്ടി വളരെ നല്ല മറുപടി അതിന് നൽകിയിട്ടുണ്ട്. ഒരു മറുപടിയും നൽകിയില്ല. ആ വാർത്താ സമ്മേളനം പറഞ്ഞിട്ടുള്ളൂ. അതല്ല അന്ന് 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 എല്ലാം നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചെല്ലണം, എന്നിട്ട് ചോദിക്കണം. കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് പറയണ്ടേ? കുഞ്ഞാലിക്കുട്ടി ഇതിനകത്ത് ഇങ്ങോട്ടൊരു നിലപാടെടുക്കണ്ടേ? പി ശശിയുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് സംബന്ധിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് എന്താണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയണ്ടേ? ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്ന മുഴുവൻ KM ഷാജിയാണ്. PK കുഞ്ഞാലിക്കുട്ടി ഒരു സ്ഥലത്തും കാണാനില്ല, K സുരേന്ദ്രനെയും കാണാനില്ല. ഇനി അതുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അൻവറിൻ്റെ അടുത്ത് പോലീസുകാരൻ കൊടുക്കുന്ന മൊഴിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് KC വേണുഗോപാലും ഒരു വശത്ത് K സുരേന്ദ്രനുമായിട്ടും നല്ല ബന്ധമാണ് നിലനിർത്തുന്നതാണ്. അതായത് ഞാനൊന്ന് പറയട്ടെ, KM ഷാജി പറയുന്നു, ഷാഫി ചാലും ചാനലിൽ വന്ന് പറയുന്നു, ഞങ്ങളൊക്കെ പറയണ എന്താ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളെ പരമോന്നത നേതാവാ, ഞങ്ങൾ രണ്ടാളും വിലക്കട്ടെ. എന്റെ ചോദ്യം, എല്ലാ വിഷയത്തിലും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറയേണ്ട അഭിപ്രായം. ഇടപെടലിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ അഭിപ്രായം? അതൊന്ന് പറഞ്ഞേ. ഞാൻ അല്ല, KM ഷാജിന്റെ പിന്നെ നിലപാടുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഏറ്റവും നല്ല നിലപാട്. നിലപാടെന്താ? അല്ല, ഞാൻ എന്റെ ചോദ്യം അങ്ങ് കേൾക്കൂ. ഈ കഴിഞ്ഞ വിഷയം നടന്ന 6 ദിവസമായി, 6 ദിവസവും എല്ലാ ചാനലിലും വന്ന് ഞാൻ എടുക്കുന്ന സമീപനത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. പക്ഷെ കുഞ്ഞാലിക്കുട്ടി എന്താ മിണ്ടാത്തത്? ഇനി ഞാൻ പറഞ്ഞു കേൾക്കാം. കുഞ്ഞാലിക്കുട്ടി എന്താ മിണ്ടാത്തത്? പറയാം സർ. പറയൂ. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഷാജി പറയുന്നതിലും ഞാൻ പറയുന്നതിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് അതിപ്പോൾ എത്ര ചോദിച്ചാലും ഷാഫി ചാലിയും ഇതേ പറയുകയുള്ളൂ. ഷാഫി ചാലിയുടെയും KM ഷാജിയുടെയും അഭിപ്രായത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പറയുമായിരുന്നുവെന്ന്. എല്ലാം അങ്ങനെയാണ്. കുഞ്ഞാലും സാഹിബ് ഞങ്ങളെ വിലക്കൂലേ? അതെ, ശരി 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 ഞങ്ങളെ വിലക്കും. ശരി, ഷോൺ. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി വക്താക്കളല്ലേ പറയുന്നത്, അല്ലാതെ ഞാൻ പാർട്ടിയുടെ അദ്ദേഹമായി പറയുന്ന അഭിപ്രായം ന്യായീകരിക്കുന്നു. ന്യായീകരിക്കല്ലേ? ആ ചോദ്യം തെറ്റാണ്. ഷോണിനും കൂടി ഒരു അവസരം. ഇത് വളരെ ഓരോ പാർട്ടിക്ക് അഭിപ്രായങ്ങൾ പറയാൻ എത്ര ചോദിച്ചാലും ആ ഒരു നിലപാട് എടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ വൈറലാകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിലപാട് അങ്ങനെയൊന്നുമില്ല. ഒറ്റ കാര്യം പ്ലീസ്. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ്. ഞാൻ ഇവിടെ ചർച്ചയിൽ വന്ന ഒരു അഭിപ്രായം പറയുമ്പോൾ ദിവസവും ഞാൻ സാദിഖലി തങ്ങളുമായും കുഞ്ഞാലുസായുമായും ആലോചിച്ച് എന്നിട്ടാണ് ഇവിടെ വന്ന അഭിപ്രായം പറയുന്നത്. എല്ലാ ദിവസവും ഇന്ന് വരെ ഞാൻ പറഞ്ഞതിനോട് കുഞ്ഞാലി സാഹിബ് അടക്കം സാദിഖലി തങ്ങളടക്കം വളരെ നല്ല അഭിപ്രായമാണ്, നന്നായി പ്രസന്റ് ചെയ്തു, നന്നായി പറഞ്ഞു എന്നാണ് കുഞ്ഞാലു സാഹിബ് എന്നോട് പറഞ്ഞത്. ഇന്ന് ഞാൻ KM ഷാജിയെ വിളിച്ചു. ഇന്ന് ഞാൻ KM ഷാജിയെ ഫോണിൽ വിളിച്ചു. വൈകുന്നേരം KM ഷാജിയുമായി സംസാരിച്ചു. നമ്മുടെ പാർട്ടി ഞങ്ങളൊക്കെ പാർട്ടി ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. ഒന്ന് നിർത്തുക ദയവായിട്ട് ഷോൺ. ഓക്കെ. ഇവിടെ
ആവശ്യമുള്ള ആളുകൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ട് ഇടതുപക്ഷ പ്രതി അദ്ദേഹത്തിന് അൻവറിന്റെ പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു. അതിനുശേഷം ലീഗിന്റെ പ്രതി ഇവിടെ വന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു, ആവശ്യമില്ലാത്ത വിട്ടു. ഇപ്പോ ഇവിടെ വന്ന് ഇവിടെ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ അനുമതിയോട് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ അൻവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിവെക്കുമ്പോൾ KC വേണുഗോപാലിനെതിരെയുള്ള ആരോപണം അദ്ദേഹം ശരിവെച്ചതായി കാണണം. ഇപ്പൊ പൂരത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ KM ഷാജഹാൻ നിഷ്പക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ അഭിപ്രായപ്പെട്ടത് പൂരത്തിന്റെ BJPയെ സംബന്ധിച്ച് പൂരത്തിന്റെ കാര്യമാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതിന്റെ കീഴിൽ ഒരു അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGP മാത്രമാണല്ലോ ഇപ്പൊ പലരോടും ചായ ഉണ്ടെന്ന് പറയുന്നത്. അതല്ലാത്ത വേറെ ഉദ്യോഗസ്ഥരിവിടെ ഉണ്ട്. പൂരം കലക്കിയെ സംബന്ധിച്ച് ഞങ്ങള് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, മുഖ്യമന്ത്രി അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഫോഴ്സ് ഉണ്ട്, അത് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ഷോൺ, അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും പൂരത്തിന്റെ ബാക്കി പത്രവുമായി നടക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് അവനവൻ ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തല്ല എടുക്കേണ്ടത്. അൻവർ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളെയും അന്വേഷിക്കട്ടെ. ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ വിഷയങ്ങൾ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അൻവർ പറഞ്ഞ തെറ്റാണെങ്കിൽ അൻവറിനെതിരെ നടപടി സ്വീകരിക്കണം. ഇവിടെ പാർട്ടി ഇത്രയും കാലം അൻവറിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളല്ലേ, എന്നിട്ട് ഇപ്പൊ പാർട്ടിയോടെ പോയി ഇപ്പൊ അൻവർ വെറുക്കപ്പെട്ടവനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ അൻവർ വളരെ വെറുക്കപ്പെട്ടവനാകും. ഈ പറയുന്ന ഇപ്പൊ ഇവിടെ UDFന്റെ പ്രതിയായിട്ട് വന്നിരിക്കുന്ന ആള് 4 ദിവസം കഴിയുമ്പോൾ അൻവർ വളരെ സ്നേഹമുള്ളതും അൻവറിനെ പോലെ കഴിവുള്ള MLA ഇല്ലാതാവും. ഇതൊക്കെ ഈ നാട്ടിൽ ജനം കണ്ടോണ്ടിരിപ്പുണ്ട്. അതുകൊണ്ടൊന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു നീതി നടപ്പിലാകേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോഴും ഈ നിമിഷവും ADGPയുടെ പദവിയിൽ MR അജിത് കുമാർ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്, ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. ശരി.